തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. മറ്റേ മാരണത്തെ ഒഴിവാക്കാനാ ഞാൻ ഇങ്ങനൊന്ന് പ്ലാൻ ചെയ്തത്. പക്ഷെ അവരെ എന്തു വന്നാലും സംരക്ഷിച്ച് അടങ്ങുന്ന അവക്കായിരുന്നു വാശി. അവളെ ഒഴിവാക്കാൻ പരമാവധി ഞാനും ശ്രമിച്ചതാ. പക്ഷെ അവളുടെ അംബികാമ്മയെ രക്ഷിക്കാൻ അവള് ബലിയാടായതിന് ഞാൻ എന്ത് പിഴച്ചു? എന്നാലും ഇത് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മാഡം. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിന് കൂട്ടു നിൽക്കില്ലായിരുന്നു. അതെ, സുഷമ ഇനി ഇത് സന്ദീപിനോടൊന്നും പറയാൻ നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞ അതിന്റെ ഭവിഷ്യത്ത് സുഷമ കൂടി അനുഭവിക്കേണ്ടി വരും. കേട്ടല്ലോ? അതെ, നീ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. മാല എടുത്തത് അവള് തന്നെയാണെന്ന് പോലീസിനോട് കുറ്റസമ്മതവും നടത്തിയിട്ടുണ്ട്. ആ സ്ഥിതിക്ക് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. അത് അവളുടെ കർമ്മദോഷം. അല്ലാതെ പിന്നെ എന്തു പറയാനാ? പിന്നെ വർഷ പറഞ്ഞതുപോലെ നീ ഇനി ഇത് സന്ദീപിനോട് കൊട്ടിഘോഷിക്കാനൊന്നും നിൽക്കണ്ട. അങ്ങനെ ചെയ്ത ദേവൂട്ടിയുടെ സ്ഥാനത്ത് നീയായിരിക്കും അകത്ത് പോയി കിടക്കേണ്ടി വരിക. പറഞ്ഞേക്കാം. എന്നാലും ആ കൊച്ചിന് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നല്ലോ. കഷ്ടം. അല്പം പൈസ കിട്ടുമെന്ന് കരുതിയപ്പോ ഞാൻ അറിയാതെ അങ്ങ് സമ്മതിച്ചു പോയതാ. ഇനിയിപ്പോ അതിന്റെ പ്രാക്ക് കൂടി എനിക്ക് അനുഭവിക്കേണ്ടി വരുമല്ലോ. അയ്യോ, എന്നാലും ദേവൂട്ടിക്ക് ഇത് എന്താ അംബികെ പറ്റിയത്? ആ കുട്ടിയല്ല അത് ചെയ്തതെന്ന് എനിക്ക് 100% ഉറപ്പാ. ദേവൂട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എനിക്കും അതിന്റെ ആവശ്യമില്ല. എന്നെ രക്ഷിക്കാൻ വേണ്ടിയ മോള് സ്വയം കുറ്റം ഏറ്റെടുത്തത്. ഉറപ്പായും ഇതിനു പുറകിൽ എന്തോ ചതി നടന്നിട്ടുണ്ട് അമ്മ. അക്കാര്യത്തില് എനിക്ക് സംശയമില്ല അംബികെ. അവളെ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്തതാ. അല്ല, അവിടുന്ന് ഞാനല്ലാതെ മറ്റാരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? അവിടെ വേലയ്ക്ക് നിൽക്കുന്ന സ്ത്രീ ദേവൂട്ടിയെ കാണാൻ ഇവിടെ വന്നിരുന്നു. അല്ലാതെ മറ്റാരും വന്നില്ല. സുഷമ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പിന്നെ ആ മാല എങ്ങനെ ഇവിടെ വന്നു? ഓരോ നിമിഷത്തിലും ദേവി വിളിച്ച് പ്രാർത്ഥിക്കുന്നവളാ എന്റെ കുട്ടി. എന്നിട്ടും മൂകാംബിക അമ്മ എന്റെ മോളെ എങ്ങനെ പരീക്ഷിക്കുകയാണല്ലോ. നീ വിഷമിക്കേണ്ട അംബികെ. ദൈവത്തിന് നിരക്കാത്തത് ആര് ചെയ്താലും അതിനുള്ള ശിക്ഷ ദേവി അവർക്ക് നൽകും. അമ്മേ, ദേവി എന്തായാലും ദേവൂട്ടി ആ തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് തന്നെ അവൾക്കൊരു പോറല് പോലും സംഭവിക്കില്ല. കൊണ്ടുപോയവര് തന്നെ അവളെ ഇവിടെ തിരിച്ചേൽപ്പിച്ചിട്ട് മാപ്പ് പറയും. അപ്പോ അത് ചെയ്തത് ആരാണെന്നും ചെയ്യിപ്പിച്ചത് ആരാണെന്നും താനെ തെളിയും. നമ്മുടെയൊക്കെ കണ്ണു വെട്ടിക്കാനല്ലേ പറ്റൂ. സാക്ഷാൽ ദേവിയുടെ കണ്ണു മൂടിക്കെട്ടാൻ അവർക്ക് പറ്റില്ലല്ലോ. നീ സമാധാനിക്ക്.
മാഡം മാല 5 പവനെന്നല്ലേ പറഞ്ഞേ? ഉം.